ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മലയാളം ക്ലാസ് ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. പ്രീ പ്രൈമറി TTCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫ്ലാഷ് കാർഡ് വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വർക്കിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു കാർഡ്ബോർഡ് കഷ്ണം, അതുപോലെ കത്രിക, മാർക്കർ, റെഡും വേണം, റെഡാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഏത് കളറും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കാണ്. പിന്നെ പെൻസില്, സ്കെയില്, ഫെവിക്കോൾ, ഗമ്മ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ഇതിൽ 8 ഇഞ്ച് വീതി. 8 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് സെൻറ്റിമീറ്റർ ബേസിൽ നോക്കുകയാണെങ്കിൽ 20.34 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 21 അളവിലെടുക്കാം. ഓക്കെ, 21 സെൻറ്റിമീറ്റർ വീതി വരണം. അപ്പോൾ ഈ കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് 21 വീതിയാണ് വേണ്ടത്. 21 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡ് കഷ്ണത്തിൽ അടയാളപ്പെടുത്തുക. അതുപോലെ 6 ഇഞ്ച് നീളമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ 15.24 വരിക. അപ്പോൾ അത് നമുക്കൊരു 15.5 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതിലേക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വളയാണ്ട് നീട്ടി വരക്കുക കേട്ടോ. ഇതാ ഇതുപോലെ വളയാണ്ട് നീട്ടി വരക്കുക. നീളവും അതുപോലെ വീതിയും ആ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് കത്രിക യൂസ് ചെയ്തിട്ട് നമുക്കിത് ഈ അളവിലൂടെ വെട്ടിയെടുക്കുക. നമുക്ക് കാർഡ്ബോർഡ് കഷ്ണത്തിൽ എക്സ്ട്രാ നീറ്റ്നെസ് കുറവായ ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ഈ അളവിൽ തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഇതേ അളവിൽ നമുക്കിത് കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് കവർ ചെയ്ത് മാറ്റണം. എന്നാലേ നമ്മൾ ചെയ്യുന്ന അക്ഷരങ്ങൾ, എഴുതുന്ന അക്ഷരങ്ങൾ നല്ല വൃത്തിയോടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമുള്ള കാർഡ്ബോർഡ് കഷ്ണം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതേ അളവിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ട് പേപ്പർ മുറിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലൂ ചാർട്ടാണ്. ഏത് ചാർട്ടും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ വെട്ടി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ കാർഡ്ബോർഡ് കഷ്ണത്തിൻ്റെ അതേ അളവിൽ നമുക്ക് ചാർട്ടും കൂടെ കട്ട് ചെയ്യാം. ഇതിന് നമുക്ക് പ്രത്യേകം അളവ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ കാർഡ്ബോർഡ് കഷ്ണം ഓൾറെഡി നമ്മൾ ആ ഇഞ്ച് അളവിലൊക്കെ ശരിയാക്കിയിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമുക്ക് അളവ് നോക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് മുറിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് എന്ത് ആവശ്യമുള്ളൂ, നമുക്ക് റൈറ്റിങ്ങിന് വേണ്ട ഇത് ആവശ്യമുള്ളൂ. നമുക്ക് എഴുതാനും വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ എന്താണ്, നമ്മൾ ചെയ്യുമ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് അതിൻ്റെ നീറ്റ്നെസ്സോടെ തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗവും കവർ ചെയ്താൽ ഇതെന്താണ്, നമുക്ക് പെട്ടെന്ന് ഒരാളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൃത്തിയോടെ തന്നെ കിട്ടും. ഓക്കെ,
അപ്പോൾ നമ്മളിത് 1.5 ഇഞ്ച് 4 ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് താൽക്കാലികം സ്കെയിൽ കൊണ്ട് നമ്മൾ 4 ഭാഗം വരച്ചെടുത്തിട്ടുണ്ട്. വരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, വളയാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ 4 ഭാഗത്തും ബോർഡ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മിസ് ഇവിടെ കാണിച്ചു തന്നല്ലോ, ഈ ഫസ്റ്റത്തെ അക്ഷരം നമ്മൾ എ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ലെറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതിനാണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, എ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എക്ക് റെഡ് കൊടുക്കുക. അതുപോലെ ബി വെച്ച് ചെയ്യുമ്പോൾ ബിക്ക് റെഡ് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ മലയാളം അക്ഷരങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അമ്മ എന്നാണ് നമ്മൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ, അമ്മ എന്നാണ് നമ്മൾ ഫ്ലാഷ് കാർഡിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്ന ഫസ്റ്റത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യുക, നമ്മളിതുപോലെ റെഡ് മാർക്കർ യൂസ് ചെയ്തിട്ട് ആന്ന് എഴുതുക. ബാക്കി അക്ഷരങ്ങൾ ഇതുപോലെ ഒരേ കളർ വേണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആക്സ് എഴുതിയപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്ക് റെഡ് കൊണ്ട് ചെയ്തു. അതുപോലെ എക്സ് ഇ ഈ 2 അക്ഷരത്തിൽ നിന്ന് നമ്മൾ ബ്ലാക്കാണ് ചെയ്തത്. അതിനിപ്പോൾ നിങ്ങൾ മറ്റ് കളർ വയലറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കാപ്പി അങ്ങനെ ഏത് കളറാണോ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 അക്ഷരങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ എത്രത്തോളം അക്ഷരം വന്നാലും അത്രത്തോളം അക്ഷരത്തിന് നമ്മൾ ഒരേ മാർക്കർ തന്നെ യൂസ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മൾ കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന് ഒരു കളറ്, ഈക്ക് മറ്റൊരു കളർ, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ അക്ഷരത്തിന് എന്താണ് കൊടുക്കേണ്ടത്, റെഡ് യൂസ് ചെയ്യുക. ബാക്കി അക്ഷരത്തിന് ഏതാണോ കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് ആ മാർക്കർ യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, വെരി സിമ്പിളാണ്. പക്ഷേ നമുക്കിത് ഫസ്റ്റായിട്ട് ഫ്ലാഷ് കാർഡ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ലേ. അപ്പോൾ അതിനാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ വീഡിയോ ആയിട്ട് കാണുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നുന്നത്. ഞങ്ങൾ വോയിസിലൂടെ ഒക്കെ തരുമ്പോൾ നിങ്ങൾക്കത് സംഭവമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടായി ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത വർക്ക് ഇതൊരു ആഴ്ചക്കുള്ളിൽ എല്ലാവരും ഈ ഫ്ലാഷ് കാർഡ് ഒരാഴ്ചക്കുള്ളിൽ ഫുള്ളാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ലല്ലോ. എ തൊട്ട് ഡി വരെയും പിന്നെ അതുപോലെ മലയാള അക്ഷരങ്ങൾ ആ തൊട്ട് ഊ വരെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഊ വരെയും എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്ലാഷ് കാർഡ് റെഡിയാക്കി വെക്കുക. അടുത്തത് നിങ്ങളൊരു ടെൻഷനും വേണ്ട, അടുത്ത വർക്കുമായിട്ട് ഇതുപോലെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്ത വർക്ക് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വരാനുള്ളത്, ഇതിൻ്റെ മുമ്പ് വരാനുള്ളതായിരുന്നു നമ്മളെ വൈറ്റമിൻ ചാർട്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വൈറ്റമിൻ ചാർട്ട് പരിചയപ്പെടുത്താം.